വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഉണ്ട്. ആ ഒരു സ്വിംഗ് ഹൈനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ മാർക്കറ്റ് അനാലിസിസ് നോക്കിയാൽ കാണാം ഈ ഒരു സ്വിംഗ് ഹൈയുടെ ഏരിയയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിംഗ് ലോയും ഉണ്ട്. ആ ഒരു സിംഗിൾ ലോയിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ നോക്കിയാൽ കാണാം ഇന്നത്തെ ക്യാൻഡിൽ ഇവിടെ ഇറങ്ങിയതിന് ശേഷം നല്ലൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് മുകളിലോട്ട്. അതിനുള്ള കാരണം ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാം ഒരുപാട് വിക്ക് റിജക്ഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് അവിടേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിജക്ഷൻ കാണിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്നും മാർക്കറ്റ് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോരുന്ന സമയത്ത് നമുക്ക് കാണാം നേരത്തെ നമ്മൾ ആ വരച്ചിരിക്കുന്ന റിജക്ഷൻ ഏരിയാസ് ആണ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പൊ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വീഴ്ച വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയനെ വീണ്ടും ഒരിക്കൽ കൂടി റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ഉള്ളിൽ ഒരു FVGയും കൂടിയുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ FVG റെസിസ്റ്റൻസ് ഏരിയയും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. 95-100 അതുപോലെ തന്നെ 95-900 ആണ് കാണിക്കുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ചാർട്ടിലാണ് മാർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ റേഞ്ചിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് പറയാം. 93-900 അതുപോലെ 92-800 ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ 1 അവറിൽ പ്രത്യേകിച്ച് വേറെ കാര്യമായിട്ടുള്ള ഏരിയാസ് ഒന്നും നമുക്ക് മാർക്ക് ചെയ്യാനില്ല. നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെയാണ് എൻട്രി എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പൊ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങും. ഈ ഒരു ലോയിൻ എടുത്തിട്ട് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. അങ്ങനെയാണ് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു FVG ലെവൽ വരെയാണ്. അത് ഒന്നാമത്തെ ഒരു എൻട്രി സാധ്യതയാണ്. ഇനി രണ്ടാമത്തെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു റിജക്ഷൻ റേഞ്ച് വൺ ഡേ ചാർട്ടിലും അതുപോലെ തന്നെ 1 അവറിലൊക്കെ ഉള്ള സപ്പോർട്ട് റേഞ്ചിനെ മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എവിടം വരെ വരും എന്നുള്ളത് 50 മിനിറ്റ്സിലോട്ടൊന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. അത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയും കൂടി അതിന്റെ തൊട്ട് മുകളിലുണ്ട്. ഈ ഒരു ലെവലും ഉണ്ട്. ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. രണ്ടും അടുത്തടുത്ത ലെവലാണ്. എന്നിരുന്നാലും മാർക്ക് ചെയ്തിടുന്നുണ്ട്. എന്തായാലും അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് 50 മിനിറ്റ്സിലോട്ട് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അപ്പൊ 91.900 ആണ്. 900 ടു 91.400 ആണ് ആദ്യത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റേഞ്ച് എന്ന് പറയുന്നത് 91,000 ആണ്. അടുത്തത് 90,500 ആണ് കാണിക്കുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് കൺഫർമേഷൻ തരികയാണെങ്കിൽ ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്ന ഒരു സാധ്യത ഈ ഒരു റേഞ്ചിന്റെ മുകളിലാണ്. അതായത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് വീണ ഒരു റേഞ്ചാണ് ഈ ലെവല്. ഈ ലെവലിന്റെ മുകളിലാണ് നമുക്ക് അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് വരികയാണെങ്കിൽ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയൊക്കെ ടാർഗറ്റ് എത്താവുന്നതാണ്. 97.900 വരെയൊക്കെ എത്താവുന്നതാണ്. അതിന്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് റേഞ്ച് ഉണ്ട്. ഈ ലെവലാണ് റെസിസ്റ്റൻസ് റേഞ്ച് വരുന്നത്. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ളത് ഈ ലെവലിലേക്ക് വെച്ചാൽ മതി. നമുക്ക് റെസിസ്റ്റൻസ് റേഞ്ച് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. പ്രൈസ് റേഞ്ച് വരുന്നത് 97-100 അതുപോലെ തന്നെ
97,500 ആണ് ആ റേഞ്ച് വരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് 98ലേക്ക് എത്തുമെന്ന് പറഞ്ഞത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ്കോയിനിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. എൻട്രി എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സോണിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.